ഹലോ എവരിവൺ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇന്നലെ നടന്ന നമ്മുടെ രണ്ട് നെറ്റ് പരീക്ഷകളും ഷിഫ്റ്റ് 1 നടന്നതും ഷിഫ്റ്റ് 2 നടന്ന പരീക്ഷകളും റദ്ദാക്കിയതായിട്ട് ഇപ്പോൾ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 11,21,225 പേർ അപേക്ഷിച്ചതിന് ശേഷം 9,08,580 പേർ പങ്കെടുത്ത ഒരു പരീക്ഷ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് പരീക്ഷയിൽ നടന്ന വ്യാപകമായ ക്രമക്കേടുകളാണ്. ഇപ്പൊ നീറ്റ് എക്സാമിൽ സംഭവിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ ന്യൂസുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിലൊരു ന്യൂസ് വന്നത്. ഇന്നലെ നടന്ന രണ്ട് പരീക്ഷകളും ഷിഫ്റ്റ് 1 നടന്നതും ഷിഫ്റ്റ് 2 നടന്നതുമായ പരീക്ഷകളെല്ലാം തന്നെ റദ്ദാക്കിയതായിട്ട് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. റദ്ദാക്കിയിട്ടുണ്ട്, രണ്ട് പരീക്ഷകളും റദ്ദാക്കിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. NDAയുടെ ഭാഗത്തു നിന്ന് ഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് പരീക്ഷ അടുത്ത ഡേറ്റ് എപ്പോഴായിരിക്കും എന്നുള്ളത് പിന്നീട് അറിയിക്കും എന്നുള്ളതാണ് NDA പറഞ്ഞിരിക്കുന്നത്. NDAയുടെ ഭാഗത്ത് നിന്ന് പ്രസ് റിലീസ് വന്നിട്ടുണ്ട്, എന്നാൽ അത് അവർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിലീസ് ചെയ്തിട്ടില്ല. 11 ലക്ഷം പേർ അപേക്ഷിച്ചിട്ട് 9,10,000 പേർ പങ്കെടുത്ത ഒരു പരീക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വ്യാപകരമായ ക്രമക്കേട് തന്നെയാണ്. പരീക്ഷ OMR ആക്കിയ സമയത്ത് തന്നെ പല ചാനലുകളും പല സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഇതിൽ ചില ക്രമക്കേടുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നമ്മുടെ രണ്ട് പരീക്ഷകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും വീഡിയോയിലൊക്കെ തന്നെ ചർച്ച ചെയ്യാം. ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ഫസ്റ്റ് ഷിഫ്റ്റിലും സെക്കൻഡ് ഷിഫ്റ്റിലും കഴിഞ്ഞിരിക്കുന്ന രണ്ട് പരീക്ഷകളും NDA റദ്ദാക്കിയിട്ടുണ്ട്. NDAയുടെ ഭാഗത്ത് നിന്ന് പബ്ലിക് നോട്ടീസ് വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നീറ്റ് എക്സാമിൽ നടന്നിരിക്കുന്ന വ്യാപക ക്രമക്കേടുകളെ കുറിച്ചുള്ള ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് NDAയുടെ UGC നെറ്റ് എക്സാം യാതൊരു മുന്നറിയിപ്പില്ലാതെ റദ്ദ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വാർത്ത വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് പോയത്, പരീക്ഷാ ഹാളിലേക്ക് പോയത്, പഠനത്തിൽ ഏർപ്പെട്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് NDAയുടെ ഭാഗത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് തികച്ചും നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തേക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്, നമ്മളിവിടെ കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യങ്ങളൊക്കെ തന്നെ ഓരോ വിഷയത്തിന്റെയും ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് വരണം. ഓരോ ഇംഗ്ലീഷിനായാലും കൊമേഴ്സിന്റെ ആയാലും കഴിഞ്ഞിരിക്കുന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു ന്യൂസ് വന്നത്. ഇത് നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യുക. രണ്ട് പരീക്ഷകൾ റദ്ദാക്കിയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ വിവരങ്ങൾ NDAയുടെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ട് വരേണ്ടിയിരിക്കുന്നുണ്ട്. ആ ഒരു കാര്യം പബ്ലിക് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. പറയാനുള്ളത് കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.